നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. CPM-ന്റെ രാജ്യസഭയിലെ തീപ്പൊരി ജോൺ ബ്രിട്ടാസ് തളിപ്പറമ്പിൽ നിന്നും നിയമസഭയിലേക്ക് മത്സരിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. തളിപ്പറമ്പ് സീറ്റ് ബ്രിട്ടാസ് ഉറപ്പിച്ചുവെന്നാണ് CPM-ൽ നിന്നുള്ള വർത്തമാനം. നേരത്തെ കല്യാശ്ശേരി സീറ്റ് ജോൺ ബ്രിട്ടാസിന് നൽകും, അതല്ല മറ്റു ചില സീറ്റുകൾ, പേരാവൂർ പോലുള്ള സീറ്റുകൾ ജോൺ ബ്രിട്ടാസിന് നൽകും എന്നൊക്കെയുള്ള ചില സംസാരങ്ങൾ CPM-ൽ നിന്നുണ്ടായിരുന്നെങ്കിലും അദ്ദേഹം തളിപ്പറമ്പിൽ നിന്ന് മത്സരിക്കുമെന്നാണ് അറിയുന്നത്. അതിനുള്ള ഒരുക്കങ്ങളും അദ്ദേഹം തളിപ്പറമ്പിൽ നടത്തി കഴിഞ്ഞു എന്നാണ് CPM-നുള്ളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ജോൺ ബ്രിട്ടാസ് നിയമസഭയിലേക്ക് മത്സരിക്കുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. അതുകൊണ്ടാണ് അദ്ദേഹം രാജ്യസഭയിൽ BJP-ക്കെതിരെ ആഞ്ഞടിക്കുന്നതും രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോൾ അതിനെതിരെ ശക്തമായ പ്രതിഷേധവും പ്രക്ഷോഭവുമൊക്കെ രംഗത്ത് വന്നതും ഛത്തീസ്ഗഡിൽ പോയി അവരെ കണ്ടതുമെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് പറയപ്പെടുന്നത്. തളിപ്പറമ്പിൽ വലിയ തോതിൽ ക്രൈസ്തവ വോട്ടുകളുണ്ടത്രേ. കുടിയേറ്റ മേഖലയിലുള്ള ധാരാളം ക്രൈസ്തവ വോട്ടുകൾ തളിപ്പറമ്പ് മണ്ഡലത്തിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ജോൺ ബ്രിട്ടാസ് അവിടെ നിന്നാൽ പുഷ്പം പോലെ ജയിച്ചു കയറുമെന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ പറയുന്നത്. ചില CPM നേതാക്കളും ആ വികാരം പങ്കുവയ്ക്കുന്നുണ്ട്. കാരണം തളിപ്പറമ്പിൽ നിന്ന് ജയിച്ചു കയറാൻ ഏറ്റവും സമർത്ഥനായ ആൾ, മിടുക്കനായ ആൾ ജോൺ ബ്രിട്ടാസ് തന്നെയാണ്. അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിക്കുമെന്ന് ഇതിനു മുമ്പ് 2 വീഡിയോകളിൽ നമ്മൾ പറഞ്ഞിരുന്നു. കാരണം അദ്ദേഹം രാജ്യസഭയിലേക്ക് പോയത് തന്നെ നിയമസഭയിലേക്ക് മത്സരിക്കാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ നിയമസഭയിൽ മത്സരിച്ച് ജയിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അടുത്ത പ്രാവശ്യവും പിണറായി ഭരണം വരികയാണെങ്കിൽ ജോൺ ബ്രിട്ടാസ് സംസ്ഥാന ക്യാബിനറ്റിലും ഉണ്ടാകും. കാരണം CPM-ന്റെ പുതുതലമുറയിലെ പ്രമുഖ നേതാവായിട്ടാണ് ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് വിലയിരുത്തപ്പെടുന്നത്. ബ്രിട്ടാസിന് വലിയൊരു സ്പേസ് ഇപ്പോൾ CPM-ലുണ്ട്. MA ബേബി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി നേരത്തെ പോയി കഴിഞ്ഞു. തോമസ് ഐസക് ഒതുങ്ങി. ഇനി ഒരു ക്രൈസ്തവ മുഖം CPM-ൽ ഇല്ല. CPM-ന് മുന്നോട്ട് വയ്ക്കാവുന്ന ഏറ്റവും നല്ല ക്രൈസ്തവ മുഖം ജോൺ ബ്രിട്ടാസിൻ്റേതാണെന്നാണ് ചില CPM നേതാക്കൾ പറയുന്നത്. ക്രൈസ്തവ സമൂഹവുമായി മതമേലധ്യക്ഷന്മാരുമായി നല്ല അടുപ്പം പുലർത്തുന്ന ആളാണ് ജോൺ ബ്രിട്ടാസ്. മാത്രമല്ല മറ്റ് രാഷ്ട്രീയക്കാരുമായും അദ്ദേഹത്തിന് വ്യക്തിപരമായ അടുപ്പമുണ്ട്, ബന്ധമുണ്ട്. കോൺഗ്രസ് ആയാലും ഇനി BJP ആയാലും മുസ്ലിം ലീഗ് ആയാലും എല്ലാവരിലെയും നേതാക്കന്മാരുമായി നല്ല വ്യക്തിബന്ധം പുലർത്തുന്ന ആളാണ് ജോൺ ബ്രിട്ടാസ്. അതുകൊണ്ട് അദ്ദേഹം CPM-ന്റെ ക്രൈസ്തവ മുഖമായാൽ അത് പാർട്ടിക്ക് വളരെയധികം ഗുണം ചെയ്യുമെന്നാണ് പല നേതാക്കളും പറയുന്നത്. അതിൽ ഏറെക്കുറെ യാഥാർത്ഥ്യമുണ്ട് താൻ. കാരണം തോമസ് ഐസക്കിനും MA ബേബിക്കും വന്ന ശേഷം എടുത്തു കാണിക്കാൻ പറ്റിയ നല്ല ക്രൈസ്തവ മുഖം CPM-നില്ല. ക്രൈസ്തവ മുഖം ഇല്ലെങ്കിൽ ഇടുക്കി, കോട്ടയം, എറണാകുളം അല്ലെങ്കിൽ പത്തനംതിട്ട പോലുള്ള ജില്ലകളിലും കണ്ണൂരിലെ കുടിയേറ്റ മേഖലകളിലും എങ്ങനെയാണ് CPM നിലനിൽക്കുക എന്നുള്ള ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് ബ്രിട്ടാസിനെ മുൻനിർത്തിയാൽ അത് ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയും എന്നുള്ള കാര്യവുമുണ്ട്. ഏതായാലും വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തളിപ്പറമ്പിൽ നിന്ന് ബ്രിട്ടാസ് മത്സരിക്കാൻ ഏറെക്കുറെ തയ്യാറായി കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനജല വർക്കുകൾ അദ്ദേഹം നടത്തി കഴിഞ്ഞു. അദ്ദേഹം നിയമസഭയിലേക്ക് എത്താനുള്ള കാര്യങ്ങളിൽ ശ്രദ്ധയുന്നകയാണെന്നാണ് ഇപ്പോൾ CPM-ൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഏതായാലും ബ്രിട്ടാസിൻ്റെ സ്ഥാനാർത്ഥിത്വം ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പിണറായി വിജയനും MA ബേബിയും അക്കാര്യത്തിൽ ഒരേ മനസ്സാണ് താൻ. അതുകൊണ്ട് ജോൺ ബ്രിട്ടാസ് ഇനി നിയമസഭയിലായിരിക്കും കാണാൻ പോകുന്നത്. കാരണം ബ്രിട്ടാസിനെ നിർത്തിയാൽ തളിപ്പറമ്പ് സീറ്റിൽ ഉറപ്പായും CPM വിജയിക്കുമെന്നാണ് പാർട്ടി ജില്ലാ കമ്മിറ്റി പോലും കരുതുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ എതിർക്കാനോ ചെറുക്കാനോ ഇനി ആരും ഉണ്ടാകില്ല. ഏതായാലും ജോൺ ബ്രിട്ടാസ് നിയമസഭയിലെത്താൻ തളിപ്പറമ്പിൽ മത്സരിക്കുമെന്നുള്ള കാര്യം ഏറെക്കുറെ തീർച്ചയായി കഴിഞ്ഞു.